നമസ്കാരം. പതിരും കതിരും. പിണറായി വിജയന്റെ ചാവേറുകൾ നിലത്തിരുന്ന് നിരങ്ങിയും കുനിഞ്ഞിരുന്ന് കാല് കഴച്ചും മുട്ടുകാലിലിരുന്ന് മുദ്രാവാക്യം മുഴക്കിയും പല്ല് കടിച്ച് മുഷ്ടി ചുരുട്ടിയും കേരളത്തിൽ ഇഡിക്കെതിരെ പൊരുതി. അപ്പോഴങ്ങ് ദൂരെ ദില്ലിയിൽ പ്രാക്കുളം ബേബി ഒരു മഹാപ്രക്ഷോഭത്തിലായിരുന്നു. പിണറായി വിജയന്റെ വസതിയിൽ നടത്തിയ റെയ്ഡിനെതിരെ ഇഡി ആസ്ഥാനത്തേക്ക് മാർച്ചുമായി CPM ദേശീയ നേതൃത്വം ഇറങ്ങി. ഖാൻ മാർക്കറ്റിൻ്റെ പരിസരത്ത് നിന്നാണ് മാർച്ച് തുടങ്ങിയത്. അതോടെ ദില്ലി നടുങ്ങി വിറച്ചു. ഇത്തരമൊരു സമര മാതൃക അവർ കണ്ടിട്ടേയില്ല. ഇന്നീ പാർട്ടി ലോകമെല്ലാം കൂഞ്ഞു വലിച്ചു നിൽക്കുമ്പോഴും കേരളം നഷ്ടമായതിൻ്റെ പ്രധാന കാരണഭൂതനായ പിണറായി വിജയനെ ഓർത്ത് ബേബി ദുഃഖാർത്തനായി. പോലീസ് ബലം പ്രയോഗിച്ച് ബേബി സഖാബിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഉടുമുണ്ടഴിഞ്ഞു പോകാതിരിക്കാനുള്ള വലിയ പ്രയത്നത്തിലായിരുന്നു ബേബി സാർ. വിപ്ലവം നടത്താൻ ഇത്രയും പാടില്ല. ബേബി സാർ മുദ്രാവാക്യം വിളിച്ച് മുമ്പേ നടക്കുമ്പോൾ ഏറ്റുവിളിക്കാൻ 19 പേർ കൂടെ ഉണ്ടായിരുന്നു. ഈ പ്രകടനത്തിനിടയിൽ തോൾസഞ്ചിയും കുറുകയിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ട് കേരളം അത്ഭുതത്തോടെ നോക്കി നിന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഈ ചെറുപ്പക്കാരനെ ആരും കണ്ടിട്ടില്ല. അയാളുടെ പ്രവർത്തന കേന്ദ്രം ഇപ്പോൾ ദില്ലിയാണ്. വർദ്ധിത വീര്യത്തോടെ DYFIയെ അയാൾ ഉണർത്തുകയായി. സമരോത്സുകനായ ആ ചെറുപ്പക്കാരൻ ദില്ലി പോലീസിന് മുമ്പിൽ വീരോചിതം കീഴടങ്ങി. പുലിക്കുട്ടിയെപ്പോലെ വന്ന ആ ചെറുപ്പക്കാരൻ ജെയ്ക് C. തോമസ് ആണെന്ന് അവർക്കറിയില്ലായിരുന്നു. ദില്ലി പോലീസ് ബേബി സഖാബിനെ ദയാദാക്ഷിണ്യമില്ലാതെ ചുരുട്ടിക്കൂട്ടുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ സ്വസ്ഥനായി സമാധാനത്തോടെ പോലീസ് വാഹനത്തിനുള്ളിൽ കയറിയിരുന്നു. ദില്ലിയിലെ പ്രത്യേക കാലാവസ്ഥയിൽ തൻ്റെ കോശസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു വിപ്ലവകാരുടെയും നയമാണ്. ഇന്ധനവില വർധനവ് കുറയ്ക്കാനോ ഇറാനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കാനോ കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെയോ ആയിരുന്നില്ല ഒറ്റമുണ്ടമെടുത്ത് ബേബി സാർ ദില്ലിയിൽ സമരത്തിനിറങ്ങിയത്. ചെയ്യാത്ത ജോലിക്ക് മാസപ്പടി വാങ്ങി കോടികൾ അക്കൗണ്ടിൽ സ്വരുക്കൂട്ടിയ തൻ്റെ ദൈവതുല്യനായ നേതാവിൻ്റെ മകൾക്കു വേണ്ടിയുള്ള പോരാട്ടമാണ് ബേബി നടത്തുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും പോരാടുകയും തുർക്കിയുടെ സങ്കടം സഹിക്കവയ്യാതെ അത്താഴമുണ്ണാതെ കിടക്കുകയും പലസ്തീൻ അനുകൂലമായി കഫിയ അണിഞ്ഞ് മുദ്രാവാക്യം മുഴക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയാണെന്ന് ഓർക്കണം. ഒരു തട്ടിപ്പുകാരിയെ സംരക്ഷിക്കാൻ ED ആസ്ഥാനത്തേക്ക് പ്രകടനം നടത്തിയത്. ഒരുപക്ഷെ പ്രകാശ് കാരാട്ടോ സീതാറാം യെച്ചൂരി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹമോ ഇങ്ങനെ ഒരു വില കുറഞ്ഞ പരിപാടിക്ക് പോകില്ലായിരുന്നു സഖാവേ. ബേബി സാറിന് ED റെയ്ഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ അന്തം കമ്മികളുടെ ആസ്ഥാന നേതാവായിട്ടിരിക്കുമ്പോൾ ഒന്നും അറിഞ്ഞതായി ഭാവിക്കരുത്. ഇന്നലെ കാരണഭൂത താതൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായി കാണും എൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിന് എന്നാണ്. അല്ല സഖാവേ, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടി ചേർന്നാണോ നിങ്ങളുടെ വീട്ടിലേക്ക് റെയ്ഡിന് ആളെ അയച്ചത്? ഇപ്പോഴും നരേന്ദ്രമോദി എന്നോ അമിത്ഷാ എന്നോ പറയാൻ പിണറായി വിജയനെ മുട്ടുപിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല ബേബി സഖാവേ, ഒന്ന് ചോദിച്ചോട്ടെ. കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തിലും ഇത്തരം അന്വേഷണ ഏജൻസികൾ എത്തിയിരുന്നു. ആരും തെറി വിളിച്ച് ഇറങ്ങിയില്ല. വാർത്താ സമ്മേളനം നടത്തിയതുമില്ല. കോടിയേരിയുടെ മക്കൾ പ്രായപൂർത്തിയായവരാണെന്നും അവർ നിയമപരമായി കേസിനെ നേരിടുമെന്നുമായിരുന്നു അന്ന് പറഞ്ഞത്. ഇത് കേട്ടാൽ തോന്നും പിണറായി വിജയൻ്റെ മകൾക്ക് 16 വയസ്സിൽ താഴെയേ ഉള്ളൂ പ്രായമെന്ന്. പാർട്ടിയിലെ ഗുണ്ടകളെയും ക്രിമിനലുകളെയും ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ നിങ്ങൾക്ക് എത്ര കാലം കഴിയും ഇങ്ങനെ? എന്തായാലും ബേബി സാറിന് അഭിമാനിക്കാം. അങ്ങ് ജനറൽ സെക്രട്ടറി ആയ ശേഷമാണല്ലോ ഇന്ത്യ മഹാരാജ്യത്തെങ്ങും CPM അധികാരത്തിൽ നിന്നും ഭ്രഷ്ടമായത്. ഇന്നലെയും പതിവ് പോലെ പിണറായിയുടെ കുടുംബം സുഖമായി ഉറങ്ങിയിട്ടുണ്ടാകും. പക്ഷേ ഇന്നലെ ആ കുടുംബത്തിനു വേണ്ടി EDയുടെ കാറ് തല്ലിത്തകർത്ത അന്തം കമ്മികളുടെ കുടുംബത്തിൽ ഒരുത്തനും ഉറക്കമില്ലായിരുന്നു. ഇപ്പോൾ അച്ഛനും അമ്മയും അമ്മാവിയും ഒക്കെ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. എൻ്റെ മക്കൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് യാചിച്ചുകൊണ്ട്. തീയുണ്ടകൾ തുപ്പുന്ന പാറ്റൻ ടാങ്കുകൾ വരട്ടെ, ഞങ്ങൾ കരുത്തോടെ നേരിടുമെന്ന് പറഞ്ഞവന്മാർ പോലീസിൻ്റെ പിടിയിലായപ്പോൾ കരഞ്ഞു മെഴുകുകയാണ്. തെരുവിലെ ഈ അക്രമസമരം കണ്ട് 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഭരണത്തിൽ തിരിച്ചു കയറാൻ കഴിയില്ല സഖാക്കളെ. 5 വർഷത്തിന് ശേഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഈ പാർട്ടിയെ ജീവശ്വാസം കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്നും കരുതേണ്ടതില്ല. കമ്മികൾക്ക് വിവരമില്ലെങ്കിലും അന്തം ജനുസിൽപ്പെട്ട ബുദ്ധിജീവികൾക്കെങ്കിലും അല്പം വിവരമുണ്ടെന്ന് നമ്മൾ കരുതിപ്പോയി. ഇന്നലെ ഈ പ്രസ്ഥാനത്തിൻ്റെ മുഴുത്ത നേതാക്കന്മാർ കാണിച്ച വിവരക്കേടുകളും പ്രസ്താവനകളും ലോകം മുഴുവൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. കരിമണൽ കർത്താവിൻ്റെ കമ്പനിയിൽ നിന്നും ഞാൻ കാശ് വാങ്ങിയതായും ചെയ്യാത്ത സേവനത്തിനാണ് പണം വാങ്ങിയതെന്നും വീണ തായ്ക്കണ്ടി സമ്മതിച്ചിട്ടുള്ളതാണ്. അവരുടെ അക്കൗണ്ടും മരവിപ്പിച്ചു.
എന്നിട്ടും കമ്മികൾ കൗബീനമഴിച്ചിട്ട് മുദ്രാവാക്യം വിളിച്ച് നടക്കുകയാണ്. പാർട്ടി തോറ്റത് പിണറായി വിജയൻ കാരണമാണെന്ന് പറഞ്ഞ് ജില്ലാ കമ്മിറ്റികൾ എന്തൊരു ആഞ്ഞടിയായിരുന്നു. അതെല്ലാം അവസാനിച്ചു. സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട വിപ്ലവകാരിയായ പിണറായി വിജയന്റെ കാലം കഴിഞ്ഞാൽ ഈ പാർട്ടി അന്യാസീനപ്പെട്ടു പോകുമെന്ന ഭയാശങ്കയിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ. പിണറായി വിജയന്റെ കൊക്കിൽ ശ്വാസമുള്ള കാലത്തോളം അദ്ദേഹത്തെയും കുടുംബത്തെയും സംരക്ഷിക്കാതെ അവർക്ക് മറ്റു മാർഗങ്ങളില്ല.